കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ ആ ദിവസം എന്താണ് സംഭവിച്ചത്? എന്തിനാണ് നിതിൻ രാജിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്? ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ചെറുപ്പക്കാരൻ അതിനുശേഷം നേരെ പോയി ജീവനൊടുക്കിയതിൻ്റെ കാരണം എന്തായിരിക്കും? മരണ ദിവസം, അതായത് ഈ മാസം 10-ന് ഉച്ചയ്ക്ക് 12:30-നും 1:20-നും ഇടയിൽ നിതിൻ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലെത്തുന്നതും സംസാരിക്കുന്നതുമായ നിർണായകമായ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കോളേജിലെ അധ്യാപികയ്ക്ക് ലോൺ ആപ്പിൽ നിന്നുണ്ടായ ഭീഷണിയും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും ചോദിക്കാനാണ് നിതിനെ വിളിച്ചു വരുത്തിയതെന്നാണ് വിവരം. സംഭവത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലോൺ ആപ്പ് സംഘങ്ങൾ നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും തിരിച്ചടവിന് പ്രേരിപ്പിച്ചെന്നുമാണ് FIR. അതിനിടെ ആരോപണ വിധേയരായ അധ്യാപകരായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 8 ലഭിച്ചത്. നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അധ്യാപിക ലത പ്രിൻസിപ്പലിന് പരാതി നൽകുന്ന സമയത്തും ആപ്പുകാരുടെ ഭീഷണി എത്തുന്നതും പ്രിൻസിപ്പൽ അവരോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അധ്യാപികയുടെ നമ്പർ റഫറൻസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതിന് ആവശ്യപ്പെടുമ്പോഴും ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. हेलो 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 मिस्त्री चार्ज आप कहाँ से बात कर रहे हैं? इधर आप एक काम कीजिए, आप क्या काम कर रहे हैं मिस्त्री? ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ രാജ് പ്രിൻസിപ്പലിന് വിവരിച്ചു നൽകുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിതിന് പുറമെ പ്രിൻസിപ്പലും 3 അധ്യാപകരുമാണുള്ളത്. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുൻപുള്ളതാണ് ദൃശ്യങ്ങൾ. അതേസമയം മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവരാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത്. നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി തങ്ങൾക്ക് ഒരു തരത്തിലും ബന്ധമില്ലെന്നാണ് ജാമ്യ ഹർജിയിൽ ഇരുവരുടെയും വാദം. ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയവും ഒപ്പം ക്യാമ്പസിന് പുറത്തുനിന്നുള്ള ചില പ്രശ്നങ്ങളുമാണ് നിതിൻ രാജിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ് റാമിന്റെ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. ആരോപണത്തിന്റെ പേരിൽ തങ്ങളെ കേസിൽ വലിച്ചയച്ചതാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. ഇതിനിടയിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ ചക്കരക്കല്ല് പോലീസ് സ്വമേധയാ കേസെടുത്തു. ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് കേസ്. പണം തിരിച്ചെടുക്കാൻ ഏജൻസിയുടെ ആൾക്കാർ നിതിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308, കേരള മണി ലെൻഡേഴ്സ് ആക്ട്, അമിത പലിശ ഈടാക്കൽ തടയൽ വകുപ്പ് എന്നിവ പ്രകാരമാണ് ലോൺ ആപ്പിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR പ്രകാരം ജനുവരിയിലാണ് നിതിൻ ആപ്പ് വഴി 15,000 രൂപ വായ്പ എടുത്തത്. നിയമവിരുദ്ധമായി 36% പലിശയാണ് ആപ്പ് അധികൃതർ ഈടാക്കിയിരുന്നത്. തുടർന്ന് ഏപ്രിൽ 9 മുതൽ ലോൺ തുക തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ട് നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ കോളേജിലെ ചില അധ്യാപകർ നിതിനെ പീഡിപ്പിച്ചിരുന്നുവെന്ന പരാതികൾക്കിടയിലാണ് ലോൺ ആപ്പിന്റെ പങ്ക് കൂടി പുറത്തുവരുന്നത്. ഇതിനിടയിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി അംഗങ്ങൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തി മൊഴി രേഖപ്പെടുത്തി. സർവകലാശാല ഭരണസമിതി അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്
കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം കോളേജിലെത്തിയത്. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ചയോടെ ഗവർണർക്ക് സമർപ്പിക്കും. സംഭവത്തിൽ ABVP സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണന്റെ പരാതിയിൽ ദേശീയ ദന്തൽ കമ്മീഷൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ രാമിനെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. ഏപ്രിൽ 10 ഉച്ചയ്ക്കാണ് മെഡിക്കൽ കോളേജ് ബ്ലോക്കിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ നിതിനെ കണ്ടെത്തുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.